ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ ടീ ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 4 മണിക്ക് ചായക്ക് ഉള്ളി ബജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 സവോള എടുത്തിട്ടുണ്ട്. ഒരു വലുതുമാണ്, ഒരു ചെറുതും കൂടെയാണ് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രേറ്റർ എടുത്തിട്ട് അതിലേക്കാണ് അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സവോള ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗ്രേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീരുമല്ലോ. വളരെ നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഈ ഒരു ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല മൂർച്ചയൊക്കെയുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്കിത് പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കാനും ഡിസൈനായിട്ട് ഈ ഒരു ഭാഗം നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടത്. അപ്പോൾ അത് ഇവിടെ ഞാൻ സവോള ഇതുപോലെ നൈസായിട്ടാണ് എടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഒരു ഇഞ്ചി കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ. ഇഞ്ചിയുടെ ടേസ്റ്റ് ഇതിന് ഒരുപാട് അങ്ങോട്ട് മുമ്പിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബജിക്ക് നല്ലൊരു ടേസ്റ്റ് അങ്ങനെ എനിക്ക് തോന്നാറില്ല കേട്ടോ. കുറച്ച് മാത്രം ഇടയ്ക്ക് അങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതി. അപ്പോൾ അത് കുറച്ച് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ കൊച്ചു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്. ഈ പച്ചമുളകിന് എരിവ് വളരെ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ചധികം തന്നെയുണ്ട് മല്ലിയിലയുടെ ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് എരിവ് കുറഞ്ഞായിട്ട് 2 എടുത്തിട്ട് നമ്മൾ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് ഓവറായി പോകണ്ട. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഇനി കടലമാവ് എടുക്കുകയാണ്. ഞാൻ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പിന്നെ കുറച്ച് അരിപ്പൊടിയോട് ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു കരിപ്പൊക്കെ കിട്ടും. അതിന് വേണ്ടി ഞാൻ അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ 2 നുള്ള് കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ കിട്ടിയതിന്. പിന്നെ ഒരു സ്വല്പം ഉപ്പ് കൂടി ചേർത്തിട്ട്, ഉപ്പ് ഈ സമയത്ത് കുറച്ചേ ഞാൻ ചേർക്കുകയുള്ളൂ. കാരണം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവോള അരിഞ്ഞതൊക്കെ ഇല്ലേ, അതിൻ്റെ കൂടെ ഉപ്പിട്ടിട്ടാണ് നന്നായിട്ട് ഞാൻ ഞെരടി എടുക്കുന്നത്. അപ്പം ആ സമയത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു മാവ് കൂട്ടി ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നന്നായിട്ട് ഇത് കൈകൊണ്ട് ഞെരടി എടുക്കണം. ഈ സവോളയിൽ നിന്നുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ വരണം. ഞാനിതുപോലെ ഇത് പിഴിഞ്ഞ് നന്നായിട്ട് ഞെരടി ഇത് പിഴിഞ്ഞെടുക്കുന്ന ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത് അത് കട്ടായി പോയിട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഈ സവോളയിൽ നിന്ന് വെള്ളമൊക്കെ വരുന്ന സമയത്ത് ഇതിലേക്ക് ഈ നേരത്തെ എടുത്തു വെച്ച കടലമാവ് കൂട്ടി ചേർത്ത് കൊടുക്കാം. ശരിക്കും ഇതിൽ തന്നെ ഇത് ഏകദേശം ഒന്ന് നനഞ്ഞ് വരും. പിന്നെ കുറച്ച് വെള്ളം മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ സാധാരണ ചേർക്കാറുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് ഈ സമയത്ത് തന്നെ ഞാൻ ഓയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓയിൽ വെച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ സാധാ അല്പം ഓയിലാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുമ്പായിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി നമ്മുടെ ഉള്ളി നീരൊക്കെ കൊണ്ട് തന്നെ ഇത് നനഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് ചൂടായി കിടക്കുന്ന ആ എണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും നമ്മുടെ ഈ ഒരു മാവിന്. അപ്പോൾ ഞാനങ്ങനെ നേരത്തെ എണ്ണ അടുപ്പത്ത് സ്റ്റൗവിൽ വയ്ക്കാഞ്ഞതുകൊണ്ട് സാധാ കുറച്ച് ഓയിലാട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഒരു കടായി വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇനി നമുക്ക് ഈ മാവ് നേരത്തെ എടുത്തു വെച്ച ആ ഒരു ബാറ്റർ ഒരല്പം ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ഇത് എണ്ണ ശരിക്കും ചൂടായെന്ന്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഇത് പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് വരെയുള്ളൂ കേട്ടോ. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇതുപോലെ കൈകൊണ്ട് ഇതുപോലെ കുറച്ച് എടുത്തിട്ട് കൊടുക്കാം. വളരെ ചെറുതായിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഞാനിത് ബോംബെയിലായിരുന്ന സമയത്താണ് കേട്ടോ ആദ്യമായിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. അവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യം, ബോംബെയിലൊക്കെ വെളിയിൽ പോയിട്ടുള്ളവർക്ക് അറിയുന്ന കാര്യമാണ് പാവ് ഭാജി, ഇതുപോലെ ബജി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ അവിടെ. വടാപ്പാവ്, ഇങ്ങനെയുള്ള കുറേ സേവ് പൂരി, പാനിപ്പൂരി, ഇതൊക്കെ കുറേയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ ആ സമയത്ത് ഇതെങ്ങനെയാണ് ഈ ഷേപ്പിൽ വരുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു കേട്ടോ. കുറേ പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിക്കും, ഇതെങ്ങനെ ഈ ഷേപ്പ് കിട്ടാത്തതെന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞു എങ്ങനെ ഷേപ്പ് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അല്ല, അപ്പോൾ ഈ ഫുട്പാത്തിലൊക്കെ ഇഷ്ടം പോലെ കാണും, നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഈ ഷേപ്പിൽ ഇത് കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇട്ടാൽ മതി, അപ്പോൾ അത് ഷേപ്പ് ആയിക്കോളും. അങ്ങനെ വളരെ എന്താ പറയുക, ഒരുപാട് പേരോടൊക്കെ ചോദിച്ചറിഞ്ഞാണ് ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇവിടെ മക്കൾക്കാണേലും ഇഷ്ടപ്പെട്ടൊരു വിഭവം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനെ കുറച്ചും കൂടെ ചെറുതായിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്നായിട്ട് വെന്ത് വരും.
അപ്പോൾ ഇതാ ഇതുപോലെ നല്ല സ്വർണ്ണ കളറിൽ നമുക്ക് കിട്ടണം, നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ആകുന്നത് വരെ ഇത്. അല്ലെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ കരിഞ്ഞു പോകും, പിന്നെ കരിഞ്ഞൊരു ടേസ്റ്റാണ് വരുന്നത്. ഈ ഒരു പാകത്തിന് നമുക്കിത് കോരിയെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. മെയിനായിട്ടെന്ന് പറയുമ്പം മോൾക്കാണ് ഇതൊക്കെ ഇഷ്ടം. അപ്പോൾ മോള് ഡ്യൂട്ടിയൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കും. അപ്പോൾ ഞാനിതിൽ നിന്ന് അതോടെ വേകുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് കുറേ നാളായി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ടേസ്റ്റൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മോളുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ ഉണ്ട് ഇവിടെ, പനിയായിരുന്നു, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ബജി ഉണ്ടാക്കിക്കളയാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ പനിയൊക്കെ മാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഓയിലിൽ നിന്ന് നമുക്കിനി കോരിയെടുക്കുന്നുണ്ട് ഞാനിത്. ഒരുപാട് അധികം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇനി അടുത്തൊരു ബാച്ച് ഉണ്ടാക്കുന്നത് കുറച്ചും കൂടി ചെറുതായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്താണ് ഗ്രീൻ ചട്നിയോ അല്ലെങ്കിൽ പുതിന ചട്നി അല്ലെങ്കിൽ വൈറ്റ് ചട്നി ആയാലും കൊള്ളാം. പിന്നെ ഞാനിപ്പോൾ ടൊമാറ്റോ സോസ് കൊണ്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇത് നമ്മൾ 4 മണിക്ക് സെർവ് ചെയ്യുന്നത്. ടൊമാറ്റോ സോസ് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ഈ ഒരു ബാച്ച് ഞാൻ ഇട്ടത് കുറച്ചൊന്ന് ചെറുതായിട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് ഈ ഒരു കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു, നല്ല ചൂടാണല്ലേ കടായി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചൂടാകും. ഇപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണല്ലോ. അപ്പോൾ നമുക്കിത് ഇനി കോരിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പച്ചമുളകും കൂടെ കേട്ടോ, അത് നല്ല രസമുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ പച്ചമുളകും കൂടെ ഒക്കെ കടിച്ച് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് രണ്ടും കൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് എന്തോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ തട്ടുകട പോലെയൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ, നല്ല രസമാണ് അത് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആണെങ്കിൽ പോലും അതിനൊരു പ്രത്യേക ഒരു താല്പര്യമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചായ ഇവിടെ ഏലക്കായിക്കോട്ടെ നല്ല അടിപൊളി ചായയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ടീ ടൈം. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ആ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യണം. എന്നിട്ട് ആ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം. അപ്പോഴാണ് ഞാനിടുന്ന നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ചൂട് ചായ നമ്മുടെ കപ്പിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി നോക്കാം. ടൊമാറ്റോ സോസൊക്കെ ഒന്ന് മുക്കിയിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റൊക്കെ നല്ല കിടിലമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.